അപ്പോൾ ഫേസിലെ പിഗ്മെൻറ്റേഷൻ മാറി, ഡ്രൈനെസ് മാറി, ക്ലീനും സ്പോട്ടെല്ലാം മാറി, ആൻറ്റി ഏജിങ് കാര്യങ്ങളെല്ലാം ഒന്ന് ക്ലിയർ ആക്കാനും നമ്മുടെ ഫേസിലൊരു ഗ്ലോ കിട്ടാനും എന്താ വേണ്ടത്? നല്ലൊരു മസാജിങ് കൊടുക്കണം. ബ്ലഡ് സർക്കുലേഷൻ ഇൻക്രീസ് ആവുന്നതനുസരിച്ച് നമ്മുടെ ഫേസിൽ ചേഞ്ച് വരത്തുള്ളൂ. പറ്റിയ പ്രോഡക്റ്റ് ഏതാണ്? നമ്മുടെ കറ്റാർവാഴ തന്നെയാണ്. ഞാൻ യൂസ് ചെയ്യുന്ന എൻ്റെ ഗൗരി ഷോപ്പിലെ പ്രോഡക്റ്റാണ്. നിങ്ങൾക്ക് ഇതല്ല എങ്കിൽ വീട്ടിൽ തന്നെ കറ്റാർവാഴ എടുത്ത് ക്ലീൻ ചെയ്ത് അതിൻ്റെ ജെല്ല് മാത്രം മതി. എൻ്റെ പൾപ്പ്, അതായത് ജെൽ ഐറ്റംസ് എടുത്ത് ഫേസിൽ മസാജ് കൊടുക്കുക. ഒരു 5-7 മിനിറ്റ്സ് മസാജ് ചെയ്യും. ഇതിന് ശേഷം ആ ഒരു ടൈം നമ്മുടെ ഫേസ് ഒന്ന് ക്ലിൻസ് ആയല്ലോ. പിന്നെ വേണ്ടത് ഇത് കഴിഞ്ഞ് നൈറ്റ് കിടക്കുന്ന ടൈമിൽ ഒരു വെറ്റ്നസ് ഫീൽ ചെയ്യുന്ന അപ്പോൾ നനവോടുകൂടി സിറം, നിങ്ങൾ ഏതാണ് യൂസ് ചെയ്യുന്നത്? ഹൈലൂറോണിക് ആസിഡ് വരുന്ന സിറമാണ് നല്ലത്. ഫൈൻ ലൈൻസും റിങ്കിൾസും മാറാൻ ബെസ്റ്റ് പ്രോഡക്റ്റാണ്. ഇപ്പോൾ ഞാനിതെടുത്ത് ഇങ്ങനെ ഹെബിഡയുടെ പ്രോഡക്റ്റാണ്. ഹൈലൂറോണിക് 2% വരുന്ന പ്രോഡക്റ്റാണ്. 770 ആണ് എൻ്റെ പ്രൈസ് വരുന്നത്. ഡ്രൈ സ്കിന്നുള്ളവർക്ക് ഒരു ചെറിയ കാര്യം, ഇതുപോലത്തെ ഒരു സിറംസ് യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ഫേസിലൊരു ഡ്രൈനെസ് കുറച്ചുകൂടെ തോന്നും. അതിന് ചെയ്യേണ്ട ഈ ഒരു സിറം ഒരു 3 or 4 ഡ്രോപ്സ് ഫേസിൽ അപ്ലൈ ചെയ്തതിന് ശേഷം ആ ടൈമിൽ തന്നെ ഒരു മോയ്സ്ചറൈസറും കൂടെ ഇട്ട് കഴിഞ്ഞാൽ ഫേസിൽ പ്രോബ്ലം ഒന്നുമില്ല. ഇല്ല എങ്കിൽ ഈ ഒരു സിറം ഹൈലൂറോണിക് ആസിഡ് മാത്രം യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ഫേസിൽ ഒരു ഡ്രൈനെസ് ഫീൽ ചെയ്യും. ഇതുവരെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ല, ഒന്ന് ശ്രദ്ധിച്ച് നോക്കുക. അത് നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഈ കാര്യങ്ങൾ മാത്രം നോക്കുക, ഫേസിൽ നല്ലൊരു ചേഞ്ച് നിങ്ങൾക്ക് ഫീൽ ചെയ്യും.